ഹലോ ട്രേഡേഴ്സ്, ഞാൻ വയലോരം ട്രേഡർ. ഇന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ETH/USD ചാർട്ടുമായിട്ടാണ്. ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച, തിങ്കളാഴ്ച മുതലാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഒരു പ്രത്യേകത ശനിയും ഞായറൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഞാൻ ടൈം ബേസ് ലിക്വിഡിറ്റി മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടൈം ബേസ് ലിക്വിഡിറ്റിയുടെ ഹൈയും ലോയും മാർക്ക് ചെയ്തിട്ട് കുറേ നേരം ഇരിക്കൽ തുടങ്ങിയിട്ട് അങ്ങനെ ടൈം ബേസ് ലിക്വിഡിറ്റി ലോ വരെ വന്നിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോവാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടെ ലോ ലിക്വിഡിറ്റി എടുത്തില്ല. ഇനി എൻ്റെ ഒരു പ്രതീക്ഷ മുകളിലത്തെ ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും ഇനി താഴ്ഭാഗത്തേക്ക് വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, അവിടെയുള്ള ഇംബാലൻസ് ആയിട്ടുള്ള FEG ഒക്കെ ഫോം ചെയ്ത ആ ഭാഗം ഞാൻ എന്ത് ചെയ്തു, അടയാളപ്പെടുത്തിയിട്ട് മുകളിലേക്ക് ഒരു എൻട്രി തീരുമാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ മുകളിലേക്ക് എന്ത് ചെയ്തു, എൻട്രി വെച്ചു. ഇതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതാണ് ആ ടൈം ബേസ് ലിക്വിഡിറ്റി, എപ്പോഴാണ്, എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ട്രേഡ് ചെയ്യേണ്ടതെന്നൊക്കെ ആ വീഡിയോയിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും സാധിക്കും. ഓക്കെ, അങ്ങനെ മുകളിലേക്ക് എൻട്രി വെച്ചു. നമ്മൾ എപ്പോഴും ഈ റിസ്ക് റിവാർഡ് വെക്കുമ്പോൾ 1:2 വെക്കുക. അങ്ങനെ ആകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ TP അല്ലെങ്കിൽ SLO അടിക്കാൻ ചാൻസ് ഉണ്ട്. സ്കാൽപ്പേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. സംഭവം മുകളിലെ ആ ലിക്വിഡിറ്റി, അതായത് മുകളിൽ ടൈം ബേസ് ഹൈ ലിക്വിഡിറ്റി ഉണ്ടല്ലോ, ആ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കും. അതുവരെ നമുക്ക് റിസ്ക് റിവാർഡ് വെക്കാം. പക്ഷേ മാർക്കറ്റ് ഈ ഹൈ വരെ വരുമെങ്കിൽ കൂടിയും നമ്മളെന്ത് ചെയ്യുക, 1:2 തന്നെ വെക്കുക. അപ്പോൾ നമുക്കൊന്നും കൂടെ ഒരു ധൈര്യമാണ്. കാരണം മാർക്കറ്റ് അതുവരെ വരും. അതുകൊണ്ട് നമുക്ക് 1:2 സിമ്പിളായി കിട്ടും എന്നുള്ള ആ ഒരു ധൈര്യം. ഓക്കെ, ഇനി അവിടെ ഒരു എൻട്രിക്കും കൂടെ ചാൻസ് ഉണ്ട്. അതായത് മാർക്കറ്റ് വീണ്ടും ആ FEGയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ഒരു എൻട്രിയും വാടി മുകളിലേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ മുകളിലുള്ള ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ രണ്ടാമത്തെ എൻട്രിനോടെ വെച്ചത്.